ഇറാൻ ഒരുങ്ങുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ. മൊസാദ് സംഘ മേധാവിയാണ് ഇങ്ങനൊരു പ്രധാനമായിരിക്കുന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവറുള്ള അമേരിക്കയുമായി നിരന്തരം കലഹത്തിലും യുദ്ധത്തിലും ഏർപ്പെടുന്ന ഇറാന് അത് മാത്രമല്ല ലക്ഷ്യം തങ്ങളുടെ രാജ്യം കൂടി ലക്ഷ്യമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എയ്ലാത്ത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2 മിസൈൽ ആക്രമണം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ സ്ഥിരീകരണം ഇസ്രായേൽ നടത്തിയിട്ടില്ല. അഭിമാന പുരസ്കാരം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. അതെന്താണ് അതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം വന്നിട്ടില്ലെങ്കിലും ഈ മേഖല പ്രകമ്പനം കൊള്ളുന്ന തരത്തിലുള്ള ഒന്നിലധികം സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ വിലയിരുത്തിയിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു രാജ്യം ഒരു യുദ്ധത്തിലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ ഏത് തരത്തിലേക്കാണ് നീങ്ങുക എന്നുള്ളത് കൃത്യമായി തന്നെ പഠിക്കുക എന്നുള്ളത് മറ്റുള്ള രാജ്യത്തിൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറാന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. മധ്യസ്ഥ ശ്രമത്തിന് തങ്ങൾ തയ്യാറല്ലെന്നും തങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നും തുറന്നു പറയുന്ന ഇറാനെ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന സമയത്ത് അവർക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മളിതുവരെ അല്ലെങ്കിൽ ലോകം ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു കലവറ തന്നെ അവരുടെ കൈവശത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. മുൻപ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതല്ല ഒരു 15 ദിവസം മുമ്പ്, ഒരു ആക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. സംഭവം 2025 ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. 2026 ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന അഭിപ്രായമാണ് പുറത്തു വരുന്നത്. അഥവാ അവർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പ്രകോപനമില്ലാതെയും ഇറാനെ ആക്രമിക്കാതെയും ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. അതൊരു നിസ്സാര ആക്രമണമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 948 രൂപീകരിച്ചതിന് ശേഷം ഒരു രാജ്യം, മുസ്ലിം രാജ്യമാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യമാണെങ്കിലും, അവരുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താതെ തന്നെ ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് ആദ്യമായിട്ടാണ്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്: ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഖത്തറും പാകിസ്ഥാനും സംയുക്തമായ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അതിലൊരിക്കലും ഇസ്രായേൽ ലെബനാനെ ആക്രമിക്കില്ലെന്നും അതോടൊപ്പം തന്നെ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഭൂപ്രദേശം എന്നല്ല, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് ഇസ്രായേലി സൈന്യം ഒഴിഞ്ഞു മാറുകയും വേണം. അത് പരസ്പരം സമ്മതിച്ച് കരാർ വ്യവസ്ഥ ഒപ്പിട്ടതാണ്. എന്നാൽ ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ലെബനാൻ ആക്രമിക്കുന്നു, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. കരാർ വ്യവസ്ഥ ലംഘിച്ചുള്ള ആക്രമണം ലെബനാനെതിരെ ഇസ്രായേൽ ഒരു തുടർക്കഥയാക്കി നടപ്പിലാക്കിയപ്പോൾ അതിനുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തുണ്ടായത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തി. അത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതത്തിൽ മുറിവേറ്റ കാര്യമാണ്. അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് പറയുന്ന വിവരം ഇങ്ങനെയാണ്: വേണ്ടി വന്നാൽ തങ്ങൾ ഒറ്റക്ക് തന്നെ, അതായത് തങ്ങളെ നേരെ ആക്രമണം നടത്തിയിട്ടില്ലെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രം ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രബലമാണ്, ശക്തമാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല. കാര്യം അമേരിക്ക തന്നെ ഒരു യുദ്ധമുഖത്താണുള്ളത്.
ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അവരങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക മാറിയിരിക്കുകയാണ്. മുൻപ് അങ്ങനെയൊന്നുമല്ല. ഇസ്രായേലിനെ തൊടുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈകാരികമായിരിക്കുന്ന അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളൊന്നും ഇപ്പോൾ എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം അവർ തന്നെ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ പറയുന്ന കാര്യം, ലക്ഷ്യത്തോടു കൂടിയുള്ള കൃത്യമാർന്ന മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതൊരു അമേരിക്ക മാത്രമല്ല അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇസ്രായേലാണ്. പല ഘട്ടങ്ങളിലും അതവർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ പല ശ്രമങ്ങളും അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചാരപ്രവർത്തനത്തിൽ മൊസാദ് സംഘം ലോകത്ത് കേളികേട്ട സംവിധാനമാണെങ്കിലും ഇറാനും വലിയ രീതിയിൽ ചാര സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിലും ഇസ്രായേലിൻ്റെ അകത്തും അമേരിക്കയിലും അത്ര സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. 4-ലധികം തവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് തോക്കുമായിട്ട് എത്തിയ വ്യക്തികളെ അമേരിക്കൻ സർക്കാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അഥവാ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇതിൽ ഇറാന് പങ്കുണ്ട് എന്ന് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ട്രംപ് പറഞ്ഞതാണ്. അത് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ചാണ്. തലക്ക് വെച്ച വെടി ചെവിക്ക് കൊണ്ട് ചോര വാരുന്ന ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ആണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ എന്ന് ഇറാൻ അമേരിക്കയെ അന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. തെളിവ് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. പൂർണ്ണമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടൊന്നും അമേരിക്കയെ വിലയിരുത്തുന്നില്ല, കാണുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സങ്കീർണമാണ്. ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത വിധം രാജ്യവും രാജ്യങ്ങൾക്കകത്തുള്ള രാഷ്ട്രീയവും വലിയ തരത്തിലുള്ള രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഉദ്ദേശകാര്യത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഇപ്പോഴും ഒരു കൃത്യമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വായിച്ചു കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇറാൻ പൗരാണിക കാലത്ത് തന്നെ, പൗരാണികം എന്ന് പറയുന്നത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂപടത്തിൽ അങ്ങനൊരു രാജ്യം ഇല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് ഏത് തരത്തിലുള്ള വില കൊടുക്കാനും ഇറാൻ തയ്യാറാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. ആയത്തുള്ള ഖുമേനിയുടെ കാലം കഴിഞ്ഞു, ആയത്തുള്ള ഖംനായുടെ കാലം വന്നു, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, മുജ്തബ അലി ഖംനായുടെ കാലം വന്നിട്ടും അവരുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ല. ആ ഒരു നിലപാട് ഇപ്പോഴും വളരെ കൃത്യതയോടുകൂടി ഈ മേഖലയുടെ ചുവന്ന് കളിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മൊസാദ് സംഘത്തിൽപ്പെട്ട വ്യക്തി ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞത്. അവർ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന രീതി മറ്റൊന്നാണ്, അഥവാ ഇസ്രായേലിൻ്റെ തലച്ചോറാണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ മാരകമായിരിക്കുന്ന മുറിവ് ഇസ്രായേലിന് ഏൽക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സത്യത്തിൽ അയാളുടെ കൈവശത്തിലില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ ഇറാനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ അത് മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല മാരകമായി മുറിവേൽക്കുക ഇസ്രായേലിനെ ആയിരിക്കും.
ഒരു പരിധി കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഇറാനുമായിട്ട് സഹകരിക്കും. അവർക്കത് താല്പര്യമുള്ള വിഷയമാണ്. മാത്രമല്ല, പ്രത്യശാസ്ത്രപരമായ രീതിയിലും അടിസ്ഥാനമായ രീതിയിലുമൊക്കെ ഇറാനും മുസ്ലിം രാജ്യങ്ങളും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്ന രാജ്യവുമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, പ്രയാസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമേരിക്കക്ക് ഒതുക്കാൻ കഴിയാത്ത ഒരു മൂന്നാം ലോക രാജ്യത്തെ മറ്റേത് രാജ്യത്തിനാണ് ഒതുക്കാൻ പറ്റുക എന്നുള്ളതും പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ്. അമേരിക്കയോടൊപ്പം മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇറാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. കൂട്ടി വായിക്കുന്ന സമയത്ത് നാശത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ, നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ദിനരാത്രങ്ങളിലൂടെയാണ് നിലവിലെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതവർ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതല്ല ഇറാൻ്റെ രാഷ്ട്രീയം. ഇറാൻ്റെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. ഇറാൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. അവരുടെ നിലപാടുകളും സമീപനങ്ങളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത എല്ലാ കാലത്തും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.